നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കുറച്ച് പേരൊക്കെ നമ്മോട് കമൻറ്റായി ചോദിച്ചിരുന്നു. Realme X2 Proയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സോണിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ ഒരു വാർത്ത വരുന്നത്. സോണി Xperia 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ജപ്പാനിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിലേക്കും വരും. കോസ്റ്റ് കൂടുതലാണ് സോണി മോഡലുകൾക്കെല്ലാം. സോണി Xperia മോഡലുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നല്ല ക്യാമറ സെറ്റപ്പ് തരുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഇവിടെ സോണിയുടെ Xperia 8 എന്നൊരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ 6 ഇഞ്ച് ഫുൾ HD പ്ലസ് 21:9 ആസ്പെക്ട് റേഷ്യോയോടുകൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിച്ച് വരിക. ഇതിലെ പ്രൊസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 630 ആണ്. 2760 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. 12 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സലിന് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം ആ ഒരു പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 36,000 രൂപയാണ് അതിൻ്റെ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ വരുമ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും. അത് വരും ദിവസങ്ങളിൽ എന്താണോ ഇന്ത്യയിൽ വരുന്നതെന്ന് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ വേറെ ചെയ്യുന്നതാണ്. മറ്റൊരു സ്മാർട്ട് ഫോൺ OPPO K5 ആണ്. 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 4000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകും. 30 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാപിക്സൽ മെയിൻ ക്യാമറ, ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇവിടെ ഉണ്ടാവും. 32 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ നമുക്കിവിടെ കിട്ടുന്നു. ഒക്ടോബർ 10-നാണ് അതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് OnePlus 7T Pro. OnePlusൻ്റെ 7T എന്നൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ 7T Pro എന്നൊരു സ്മാർട്ട് ഫോൺ ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയൊക്കെയാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാകുക. സ്നാപ്ഡ്രാഗൺ 855+ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 8GB RAM, 256GB ഓൺബോർഡ് സ്റ്റോറേജോടുകൂടിയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മറ്റൊന്ന് സാംസങ് ഗാലക്സി S11 എന്ന ഒരു പുതിയ സ്മാർട്ട് ഫോൺ. സാംസങ് ഗാലക്സി S10 ശേഷം വരുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. 108 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GWN സെൻസറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമറ സെറ്റപ്പ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ടാകുക. 12 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാകും. 5G സ്മാർട്ട് ഫോണാണ്. ഇതിലും സ്നാപ്ഡ്രാഗണിൻ്റെ 855+ എന്ന പ്രൊസസ്സറാണ് ഉപയോഗിക്കുക. മറ്റൊന്ന് എല്ലാവരും കാത്തിരിക്കുന്ന Realme X2 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒക്ടോബർ 15-ാം തീയതി യൂറോപ്പിലാണ് ഈ പ്രാവശ്യം ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ അവർ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 90 Hz ഡിസ്പ്ലേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സ്നാപ്ഡ്രാഗൺ 855+ ആണ് ഇതിൽ ഉപയോഗിക്കുക. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. കുറച്ച് റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.